തംബ്നെയിൽ കണ്ടു വന്നായിരിക്കും അല്ലേ? പരീക്ഷയ്ക്ക് വരുന്ന എല്ലാവരും ഓരോരോ കാര്യങ്ങൾ പറയുന്നുണ്ടാവും, അത് പറയുന്നുണ്ടാവും അല്ലേ? അപ്പോഴാണ് എനിക്കൊരു സംഭവം അങ്ങനെ ഓർമ്മ വന്നത്. മറ്റേ ചോട്ടാ മുംബൈയിലെ നടേശൻ്റെ ഡയലോഗ് ഉണ്ടല്ലോ, തൻ്റെ മരണം കണ്ട് പകച്ചേക്കുമ്പോൾ തൻ്റെ മകനെ ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞ് അതേ സ്റ്റൈലിൽ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ മുകളിലേക്ക് ഇടുത്തിയായിട്ട് അടുത്ത കുറേ ചോദ്യങ്ങൾ വരില്ലേ? ആ ചോദ്യങ്ങൾ വരുന്ന സമയത്ത് പരീക്ഷയ്ക്ക് വരുമോ ഇല്ല എന്നുള്ള കൺഫ്യൂഷനൊക്കെ നിൽക്കണ്ടാവല്ലോ. എങ്കിൽ ഇതാ പിടിച്ച മക്കളെ, നിങ്ങളുടെ പരീക്ഷയ്ക്ക് വരാൻ പോകുന്ന കുറേ ചോദ്യങ്ങൾ ഞാൻ അവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ആ ചോദ്യങ്ങളുടെ ലിസ്റ്റ് തരികയാണെങ്കിൽ 15 ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിൻ്റെ കൂടെ ബോണസ് ക്വസ്റ്റ്യനും ഉണ്ട്. ഏതൊക്കെയാണ് നോക്കി വെച്ചോളൂ, പരീക്ഷയ്ക്ക് ഇരുന്ന് പഠിച്ചോ. ഇത് കൃത്യമായിട്ട് അറിയണമെങ്കിൽ വേറെ ഒന്നും ചെയ്യേണ്ട, നമ്മുടെ ലൈവ് ക്ലാസ്സിലേക്ക് കറക്റ്റായിട്ട് കയറിപ്പോര്. കൃത്യമായിട്ട് പഠിച്ചിട്ട് 78 80 എത്ര മാർക്കാണ് നിങ്ങൾക്ക് വേണ്ടത് വെച്ചാൽ അതിന് മുഴുവൻ പഠിച്ചിട്ട് ലൈവ് ഒന്ന് ഇറങ്ങി പോവുകയും ചെയ്യാം. ഓക്കെ, ചോദ്യം നോക്കിക്കൊള്ളട്ടാ. ഒന്നാമത്തെ ചോദ്യം ഇതാണ്, ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു, സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാനുണ്ടാവും. ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിട്ടുള്ള പോലെ തന്നെ. എടാ, ഒന്നാമത്തെ ചോദ്യം ഇതാണ്, ബജറ്റ് ലൈനും ബജറ്റ് ലൈനിൻ്റെ പ്രോബ്ലം തമ്മിലുള്ള ചോദ്യങ്ങളെ എപ്പോഴും പരീക്ഷ വരുന്ന പഠിച്ചു വെച്ചോ, പരീക്ഷയ്ക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനുള്ള അല്ലേ. അങ്ങനെ അഡീഷണൽ ആയിട്ട് ഞാനൊരു ചോദ്യം തരാം, ബജറ്റ് ലൈൻ്റെ സ്ലോപ്പ് കാണാനുള്ള ഇക്വേഷൻ എന്താ, അത് ഇവിടെ വീഡിയോയുടെ തൊട്ട് താഴെ ഒന്ന് കമൻറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം എന്ന് പറയുന്നത് പരീക്ഷയ്ക്ക് വരാൻ പോകുന്നത് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്, ടോട്ടൽ കോസ്റ്റ്, ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ്, TC, TVC, TFC എങ്ങനെ ചോദിച്ചാലും തിരിച്ചു മറിഞ്ഞൊക്കെ ചോദിച്ചു കഴിഞ്ഞാലും എത്ര ചോദിച്ചാലും നമുക്ക് എഴുതാൻ കിട്ടുന്ന ഉത്തരമാണ് ഈ പറഞ്ഞ ചോദ്യം. ഇത് പരീക്ഷയ്ക്ക് വന്നിരിക്കും. 5 മാർക്കോ 8 മാർക്കോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിന്റെ അത് എങ്ങനെ കണക്കാക്കണം എന്ന് പറഞ്ഞിട്ടൊരു പ്രോബ്ലം കാൽക്കുലേഷൻ ചോദിക്കാം. അല്ലെങ്കിൽ ചോദിക്കാൻ പോകുന്നത് അതിൻ്റെ ഡിഗ്രീസ് ചോദിക്കാറുണ്ട്. ഡിഗ്രീസ് എന്ന് പറയുമ്പോൾ 5 ഉണ്ടല്ലേ. നമ്മൾ പഠിച്ചത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്, യൂണിറ്ററി ആൻഡ് ഇലാസ്റ്റിക് ആൻഡ് ഫൈനലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് പഠിച്ചതല്ലേ. ഇതെല്ലാം പഠിച്ചു വെച്ച മക്കളെ, ഇത് പരീക്ഷയ്ക്ക് നാളെ ചോദ്യം വരാൻ പോകുന്നത് നിങ്ങളുടെ പരീക്ഷയ്ക്ക്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം എന്താ ഇവിടെ തന്നിട്ടുണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്നോ, അല്ലെങ്കിൽ ഷോർട്ട് ടേം പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്നോ, അല്ലെങ്കിൽ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ പ്രൊഡക്റ്റ് എന്ന പേരിലോ 3 രീതി ചോദിച്ചാലും നിങ്ങൾക്ക് ചോദിക്കുന്നത് ഈ പറഞ്ഞ 3rd ചാപ്റ്റർ പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് എന്ന് പറയുന്ന മൈക്രോയിലെ 3ാമത്തെ ചാപ്റ്റർ എന്നുള്ള ചോദ്യമാണ് എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് പരീക്ഷയ്ക്ക് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യനാണ്, പഠിച്ചു വെച്ചോ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിക്കോളൂ. 8 മാർക്കിന് നിങ്ങൾക്ക് വരാൻ പോകുന്ന എസ്എ ക്വസ്റ്റ്യൻ ഇതായിരിക്കും, കൺസ്യൂമർ ഒപ്റ്റിമം അല്ലെങ്കിൽ കൺസ്യൂമർ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന കോൺസെപ്റ്റ് പഠിച്ചു വെച്ചോടാ. കൺസ്യൂമർ ഇക്വിലിബ്രിയം വരക്കുന്ന സമയത്ത് നമ്മൾ നേരെ വരക്കുന്നത് ഡിമാൻഡ് കർവും അതുപോലെ ഇൻഡിഫറൻസ് കർവും ആയിരിക്കും. ആണോ? ഡിമാൻഡ് കർവാണ് ഇത്? അല്ല, ബജറ്റ് ലൈൻ വെച്ചിട്ടാണല്ലേ. കൃത്യമായിട്ട് ഇരുന്ന് പഠിച്ചോ, പരീക്ഷയ്ക്ക് വരാൻ പോകുന്ന ചോദ്യമാണ്. അടുത്ത ചോദ്യം 1ാമത്തെ ചാപ്റ്റർ എന്നുള്ള ചോദ്യമാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് അഥവാ PPC എന്താണെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കും. അതിൻ്റെ പ്രത്യേകത ചോദിച്ചിരിക്കും. അത് നിർമ്മിക്കാൻ നിങ്ങൾക്കൊരു ചോദ്യം തരും. 4 മാർക്കിനെങ്കിലും മിനിമം നിങ്ങൾക്ക് ഇത് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്കിക്കോളൂ. പ്രോപ്പർട്ടീസ് ഓഫ് ഇൻഡിഫറൻസ് കർവ് ഒഴിവാക്കാൻ പറ്റുമോ? ഇല്ല, മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട ഭാഗമാണ്. 2nd ചാപ്റ്ററിലുള്ള പ്രോപ്പർട്ടീസ് ഓഫ് ഇൻഡിഫറൻസ് കർവ് അഥവാ നിസ്സംഗതാ വക്രത്തിൻ്റെ സവിശേഷതകൾ പഠിച്ചു വെച്ചിട്ടാണ് മക്കളെ പോകാനും. അതുപോലെ ഒരു ഇൻഡിഫറൻസ് കർവ് വരക്കാനും പറയും. ഇതാണ് നമ്മുടെ ഇൻഡിഫറൻസ് കർവ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം ബേസിക് എക്കണോമിക് പ്രോബ്ലം അല്ലെങ്കിൽ സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ എക്കോണമി. ലോകത്ത് 190 രാജ്യങ്ങളല്ല, 200 അല്ല, 250 രാജ്യങ്ങളുണ്ടെങ്കിൽ പോലും എല്ലാ രാജ്യങ്ങളും നേടുന്ന ഒരേ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ഒരു പ്രശ്നമാണ്. ആ പ്രശ്നം ചോദിക്കാതെ പരീക്ഷ പേപ്പർ ഫുള്ളാകുമോ? ഇല്ല. അതുകൊണ്ട് പഠിച്ചു വെച്ച മക്കളെ, പരീക്ഷയ്ക്ക് ചോദിക്കാൻ പോകുന്ന 3 മാർക്കിൻ്റെ ചോദ്യമായിരിക്കും ഈ പറഞ്ഞ എല്ലാ സാമ്പത്തിക പ്രശ്നങ്ങളും മേഖലകളും നേരിടുന്ന അടിസ്ഥാന സാമ്പത്തിക പ്രശ്നം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ 2 3 മാർക്കിന് ചോദിക്കാവുന്ന ടൈപ്സ് ഓഫ് എക്കോണമീസ് ആണ്. അതും നമുക്കറിയാം, സോഷ്യലിസം, ക്യാപിറ്റലിസം ആൻഡ് മിക്സ്ഡ് എക്കോണമി എന്ന് പറഞ്ഞ പേരിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. അതും പരീക്ഷയ്ക്ക് ചോദ്യം വരുന്നതാണ് മക്കളെ. അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ വീണ്ടും 2 3 മാർക്കിന് ചോദിക്കാവുന്ന ചോദ്യമാണ് മൈക്രോയും മാക്രോയും തമ്മിലുള്ള വ്യത്യാസം. മൈക്രോയും മാക്രോയും തമ്മിലുള്ള വ്യത്യാസം ഇപ്പം തന്നെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലേ. ബേർഡ്സ് ഐ വ്യൂ, വേംസ് ഐ വ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ടാവും. പഠിച്ചു വെച്ചോ, പരീക്ഷയ്ക്ക് ചോദ്യം ഷുവറാണ്. ഓക്കെ, അടുത്ത ചോദ്യം ടോട്ടൽ ആൻഡ് മാർജിനൽ യൂട്ടിലിറ്റി വെച്ചിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. നമുക്കറിയാം ടോട്ടൽ യൂട്ടിലിറ്റി കർവ് എങ്ങനെയാണെങ്കിൽ മാർജിൻ യൂട്ടിലിറ്റി കർവ് ഇങ്ങനെയാണ് പോകാറുള്ളത് അല്ലേ. അപ്പോൾ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പഠിക്കണം. അത് പരീക്ഷയ്ക്കൊരു ചോദ്യമായിട്ട് തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ വീണ്ടും 2 3 മാർക്കിന് ചോദിക്കുന്ന മൈക്രോ മാക്രോയുടെ കമ്പാരിസൺ നമ്മൾ പറഞ്ഞു വെച്ചല്ലേ. അതേപോലെയുള്ള മറ്റൊരു ചോദ്യമാണ് ചേഞ്ചസ് ഇൻ ഡിമാൻഡ്. ഡിമാൻഡിലുള്ള മാറ്റങ്ങൾ പരീക്ഷയ്ക്കൊരു ചോദ്യമാണ്. എന്തൊക്കെ ചോദിക്കുക? എക്സ്പാൻഷൻ ചോദിക്കും. എപ്പോഴാണ് പ്രൈസ് കുറയുന്ന സമയത്ത് എക്സ്പാൻഷനും, കോൺട്രാക്ഷൻ എപ്പോഴും സംഭവിക്കുക? നമുക്കറിയാം പ്രൈസ് കൂടുന്ന സമയത്ത് കോൺട്രാക്ഷൻ സംഭവിക്കുക അല്ലേ. ഈ സംഭവം പഠിച്ചോ 4 5 മാർക്കിന് ചോദ്യം വന്നിരിക്കാം. അടുത്തൊരു ചോദ്യം നോക്കിക്കോളൂ. ഇത് ബോണസ് ക്വസ്റ്റ്യൻ ആണ് മക്കളെ. നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന ചാപ്റ്റേഴ്സ് പരീക്ഷയ്ക്കുള്ള ഏതൊക്കെയാണ്? മൈക്രോയിലെ 1 2 3 ചാപ്റ്ററാണ്. അതിന് പുറമെ മാക്രോ സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ടീച്ചേഴ്സ് ഇടാൻ പോകുന്ന ചോദ്യം ഒന്ന് ഇതായിരിക്കും, സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം എന്താണെന്ന് പരീക്ഷയ്ക്ക് ടീച്ചർ ചോദിക്കും. ഓക്കെ, അതിൻ്റെ കൂടെ തന്നെ ടീച്ചർ ചോദിക്കാൻ പോകുന്ന അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഇതാണ് മെഷർമെൻറ്റ് ഓഫ് നാഷണൽ ഇൻകം. മെഷർമെൻറ്റ് ഓഫ് നാഷണൽ ഇൻകം എന്ന് പറയുന്നത് അതായത് നാഷണൽ ഇൻകം മെഷർ ചെയ്യാനുള്ള 3 മെത്തേഡ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ആ 3 മെത്തേഡ്സും അത് വെച്ചിട്ടുള്ള ആപ്ലിക്കേഷൻ ലെവലിൽ ചോദ്യം പ്രതീക്ഷിക്കാം. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് 2015 ഞങ്ങൾക്ക് ഞങ്ങളുടെ റോസമ്മ ടീച്ചർ പരീക്ഷയ്ക്ക് ഇട്ടപ്പം ഈ ചോദ്യം ആ
പേപ്പറിലുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ തവണയും ടീച്ചേഴ്സ് ചോദിക്കുന്നതിന് ഫേവററ്റ് ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചു വെച്ചോളും. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് GDP നമുക്കൊരു വെൽഫെയർ ഇൻഡെക്സ് ആയിട്ട് കണക്കാക്കാൻ പറ്റുമോ എന്ന് നിങ്ങളോട് ചോദിക്കും. നിങ്ങൾ എഴുതണം, പറ്റില്ല എന്ന് തന്നെ എഴുതണം. അതിൻ്റെ കാരണം കൂടി പഠിച്ചിട്ട് വേണം, ആ കാരണം വെച്ചിട്ട് വേണം ഉത്തരങ്ങൾ എഴുതാൻ. അടുത്ത ചോദ്യം നോക്കിക്കോളൂ മക്കളെ, ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കമ്പാരിസൺ ബിറ്റ്വീൻ സ്റ്റോക്ക് ആൻഡ് ഫ്ലോ അല്ലേ. സ്റ്റോക്കും ഫ്ലോയും ഇപ്പോഴും മനസ്സിലാകാതെ പഠിക്കാതെ തിരിഞ്ഞു പോകുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഉള്ള ഒരു സൊല്യൂഷൻ എൻ്റെ കയ്യിലുണ്ട്. ഇത് പഠിക്കണോ എങ്കിൽ നേരെ നമ്മുടെ ലൈവിലേക്ക് കയറി വരണം. അപ്പോൾ മക്കളെ നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, GDP ഡീഫ്ലേറ്ററും റിയൽ GDPയും നോമിനൽ GDPയും പഠിക്കാതെ പോയത്. ഈ ഒരു ചോദ്യം GDP ഡീഫ്ലേറ്റർ പരീക്ഷ പേപ്പറിൽ ഇല്ലെങ്കിൽ അത് എക്കണോമിക്സിൻ്റെ പരീക്ഷയല്ല. അങ്ങനെയാണ് ചെറുപ്പമൊക്കെ തൊട്ടേ വന്നിട്ടുള്ള കാര്യങ്ങൾ. +1 +2 ഡിഗ്രി PG എല്ലാ സമയത്തും UGC നെറ്റ് എക്സാമിന് വരെ ചോദിക്കുന്ന ചോദ്യമാണ് ഈ പറഞ്ഞിരിക്കുന്ന GDP ഡീഫ്ലേറ്റർ എന്ന് പറഞ്ഞത്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിരിക്കുന്നത് 4 3 മാർക്കിന് ചോദിക്കാവുന്ന എമർജൻസ് ഓഫ് മാക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ മൈക്രോ എക്കണോമിക്സ് അല്ല, മാക്രോ എക്കണോമിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ എന്നുള്ള ക്വസ്റ്റ്യൻസ് കൂടി. ഓക്കെ, ഇനിയും കൂടുതൽ കാര്യങ്ങൾ, കൂടുതൽ ചോദ്യങ്ങൾ, ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾക്ക് തരാനുണ്ട്. പക്ഷേ വീഡിയോയുടെ ലെങ്ത്ത് കൂടുന്നതുകൊണ്ട് തൽക്കാലം ഞാനിതിവിടെ വെച്ച് അവസാനിപ്പിക്കണേ. പക്ഷേ നിങ്ങൾക്കുള്ള സന്ദേശം ഇവിടെ മുകളിൽ കൊടുത്തിട്ടുണ്ട്. ബാക്കി കൂടുതൽ ചോദ്യങ്ങൾ അറിയണ്ടേ, ഏതൊക്കെ ചോദ്യങ്ങൾ പഠിക്കണം എന്നറിയണ്ടേ, എങ്ങനെ പഠിക്കണം എന്നറിയണ്ടേ, എല്ലാം അറിയണമെങ്കിൽ ഒരേ ഒരു വഴി, ഞാൻ വലിയ പ്രവചകനും അല്ലെങ്കിൽ പ്രവാചകനോ അല്ലെങ്കിൽ ജ്യോതിഷിയോ ഒന്നും തന്നെയല്ല അല്ലേ. നിങ്ങളുടെ ചോദ്യങ്ങൾ പ്രവചിക്കാൻ ഞാൻ ആരുമല്ല. പക്ഷേ നിങ്ങൾക്ക് എന്തൊക്കെ ചോദ്യങ്ങൾ വരുന്നത് കൃത്യമായിട്ട് ഞാൻ കറക്റ്റായിട്ട് ലോജിക്കൽ ഓർഡറിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾ ആ ഒരു കാര്യം ചെയ്താൽ മതി. 9/9/2024 നല്ലൊരു ഫാൻസി നമ്പറാണ്. തിങ്കളാഴ്ച രാത്രി 7 മണിക്ക് നമുക്ക് ലൈവ് ഉണ്ട്. എവിടെ? എജുപോർട്ടിൻ്റെ +2 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ചാനലിൽ എല്ലാവരും ഫ്രണ്ട്സിനെയും കൂട്ടി വരിക. ഓക്കെ ആണല്ലോ? അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ലൈവ് അടിച്ചു പൊളിച്ച് ഉഷാറാക്കാം. ഓണം നമ്മൾ തന്നെ ചെണ്ട കൊട്ടുന്ന പോലെ നമ്മൾ തന്നെ മുന്നോട്ട് പോകും. ഓക്കെ ആണല്ലോ? അപ്പോൾ വീണ്ടും കാണുന്നവരെയും വൺസ് അഗൈൻ ഇറ്റ്സ് മീ സൽസബീൻ. ബൈ.